നമുക്ക് വചനധ്യാനത്തിനായി രൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 18-ാം വാക്യവും 1 ശമൂവേൽ 22-ാം അധ്യായം അതിന്റെ 3-ാം വാക്യവും ഹല്ലേലൂയ. അതിൽ രൂത്ത് 3:18 ആദ്യം വായിച്ചാണ്. അതിന് അവൾ, എന്റെ മകളെ, ഈ കാര്യം എന്താണെന്ന് അറിയുവോളം നീ അനങ്ങാതിരിക്കുക. ഇന്ന് ഈ കാര്യം തീർക്കും വരെ അയാൾ സ്വസ്ഥനായിരിക്കയില്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ വായിച്ചത് നിന്റെ കാര്യം എന്താകുമെന്നറിയുവോളം നീ അനങ്ങാതിരിക്കുക. അതാണ് ആ ദൂതന്റെ സംക്ഷിപ്ത രൂപം. നിന്റെ കാര്യം എന്താകുമെന്ന് അറിയുവോളം നീ അനങ്ങാതിരിക്കുക. നിന്റെ കാര്യം തീർക്കുന്നത് വരെ അയാൾ സ്വസ്ഥമായിരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമത് 1 ശമൂവേൽ 22-ന്റെ 3-ാം വാക്യമാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. ആമേൻ, സ്തോത്രം. എന്റെ ദൈവം എനിക്കെന്ത് ചെയ്യും എന്ന് അറിയുവോളം എൻ്റെ അപ്പനും അമ്മയും നിന്റെ അടുക്കൽ പാർക്കാൻ അനുവദിക്കണം. അപ്പൊ രണ്ടാമത്തെ ദൂത് ഇതാണ്. ആമേൻ, എന്റെ കാര്യം എന്താകുമെന്ന് ഒന്നറിയണം. നിങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് അതിനായിരിക്കാം. എന്റെ കാര്യം എന്താകുമെന്ന് ഒന്നറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മൂന്നാമത് നമ്മൾ വായിക്കുന്ന ഫിലിപ്പിയർ 2:23 സ്തോത്രം. അവിടെയും പൗലോസ് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ആകയാൽ എന്റെ കാര്യം എന്താകുമെന്നറിഞ്ഞ ശേഷം ഞാൻ അവനെ നിന്റെ അടുക്കൽ അയക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അപ്പോസ്തലനും ആശങ്ക, ഉപദേശിക്കും ആശങ്ക, എന്റെ കാര്യം എന്താകും എന്നുള്ളത്. മേൻ. അപ്പോ ഇന്ന പ്രഭാതത്തിൽ നിങ്ങളുടെ കാര്യം, എന്റെ കാര്യം എന്താകുമെന്നുള്ള ആശങ്കയാണ്. എന്തോ ആകാന് ദൈവം എല്ലാം ഭംഗിയായിട്ട് ചെയ്യും. എത്ര പേർക്ക് ഇന്ന് പകൽ വിശ്വാസമുണ്ട്? ആമേൻ. ഹല്ലേലൂയ. രൂത്തിന്റെ പുസ്തകത്തിൽ നിന്നാണ് നാം വായിച്ചത്. വേദപുസ്തകത്തിൽ സ്ത്രീകളുടെ പേരിൽ എഴുതപ്പെട്ട 2 പുസ്തകങ്ങളാണ്. ഒന്ന് എസ്തേറും, ഒന്ന് രൂത്തും. ഹല്ലേലൂയ. രൂത്ത് യഹൂദ സ്ത്രീ ആയിരുന്നില്ല, വിജാതീയ സ്ത്രീയാണ്. ഹല്ലേലൂയ. മോവാബ് എന്ന് പറയുന്ന ദേശത്ത് ജനിച്ചവളാണ്. മോവാബ്യർ ശപിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. സ്തോത്രം. ലോത്തിന്റെ സന്തതി പരമ്പരയാണവർ. ഹല്ലേലൂയ. അവിഹിതമായ ബന്ധത്തിലൂടെ ജന്മം കൊണ്ട തലമുറയാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ദൈവവചനത്തിന്റെ വ്യവസ്ഥയിലേക്ക്, ദൈവ സാന്നിധ്യത്തിലേക്ക് വന്നപ്പോൾ അവരുടെ ശാപങ്ങളെല്ലാം ദൈവം മാറ്റുക. അപ്പൊ ഒരു കാര്യം നമ്മൾ ഓർത്തോണം. മുൻകാലങ്ങളിലെ പാപങ്ങളോ പരാജയങ്ങളോ ശാപങ്ങളോ ദോഷങ്ങളോ ആമേൻ നിന്നെ തകർക്കത്തില്ല. നീ യേശുവിന്റെ അടുക്കൽ വന്നാൽ മതി. ആമേൻ. കുറച്ചൊക്കെ ഒരു ഹല്ലേലൂയ സ്തോത്രം പറയുന്നത് നല്ലതാണ്. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. അപ്പോ ഇവിടെ നമുക്ക് സംഭവം അറിയാം, ചരിത്രം അറിയാം. ചരിത്രം കൂടുതൽ ഞാൻ വിശദീകരിക്കുകയല്ല. ചരിത്രം ചുരുക്കിക്കൊണ്ട് അതിലെ ദൂത് നമ്മൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് പ്രധാനമായിട്ട് ആശിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥനയുടേതാണ്. സ്തോത്രം. രൂത്തിന്റെ പുസ്തകം ആമേൻ ആരംഭിക്കുന്നത് ബേത്ലഹേമിൽ ക്ഷാമമുണ്ടായിട്ട് അവർ മോവാബിലേക്ക് പോയി. എലീമേലെക്ക് എന്ന കുടുംബനാഥൻ, നവോമി എന്ന കുടുംബ നായിക, മഹ്ലോൻ, കില്യോൻ എന്ന 2 മക്കൾ, കഥാപാത്രം, 4 പേരടങ്ങുന്ന ഒരു കുടുംബം ബേത്ലഹേം അപ്പത്തിന്റെ ഭവനം എന്ന ഭവനത്തിൽ നിന്ന് മോവാബ് ദേശത്തേക്ക് ഇറങ്ങിപ്പോവുകയാണ്. പിന്മാറ്റം എപ്പോഴും ഇറങ്ങിപ്പോക്കാണ്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ഇറങ്ങിപ്പോക്കാണ് എന്ന് പറഞ്ഞാൽ കയറി പ്രമോഷനിലേക്ക് പോകുന്ന വഴിയല്ല, മറിച്ച് പ്രമോഷനിൽ നിന്ന് ഡീപ്രമോട്ട് ചെയ്യുന്നത് പോലെയുള്ള അവസ്ഥയാണ് പിന്മാറ്റം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ക്ഷാമം ഏത് ദേശത്തും ഉണ്ടാകും. ബേത്ലഹേമിൽ ക്ഷാമം ഉണ്ടായതാണ് ഇതിന് കാരണം. അബ്രഹാമിന്റെ കാലത്ത് ക്ഷാമം ഉണ്ടായി, ഇസ്ഹാക്കിന്റെ കാലത്ത് ക്ഷാമം ഉണ്ടായി, ഏലിയാവിന്റെ കാലത്ത് ക്ഷാമം ഉണ്ടായി, യാക്കോബിന്റെ കാലത്ത് ക്ഷാമം ഉണ്ടായി. സംഭവം എല്ലാം അറിയാം. അപ്പൊ പിതാക്കന്മാർ നമ്മളെക്കാൾ കെടുകിട്ടിയ പുള്ളികൾ ഉള്ള കാലത്ത് ക്ഷാമം ഉണ്ടായി. നമ്മളെക്കാൾ ഇരട്ടി ശക്തിയോടെ ശുശ്രൂഷിക്കുന്ന പ്രവാചകന്റെ കാലത്ത് ക്ഷാമം ഉണ്ടായി. ഇന്ന് എന്റെ തലമുറയെ പുഴുങ്ങിത്തിന്ന, നാളെ നിന്റെ തലമുറയെ പുഴുങ്ങിത്തിന്ന. അപ്പൊ തലമുറ വരെ തകരപ്പെടത്തക്കതുപോലെ ക്ഷാമമുണ്ടായ കാലമുണ്ടായി.
പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവത്തിന്റെ കുഴപ്പമല്ല, പ്രവാചകന്റെ കുഴപ്പമല്ല, പിതാക്കന്മാരുടെ കുഴപ്പമല്ല. വന്നു ഭവിക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ട്, ദൈവം അനുവദിച്ചിട്ടാണ് സംഭവിക്കുന്നത്. എന്നാൽ ഇതിന്റെ നടുവിലാണ് നാം ആരാണെന്ന് വ്യക്തമാകുന്നത്. ഒരു ശോധന വരുമ്പോൾ, ഒരു പോരാട്ടം വരുമ്പോൾ, ഒരു വെല്ലുവിളി വരുമ്പോൾ നമ്മൾ ആരാണെന്ന് തെളിയുകയാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞ പ്രയോഗം, ഇടർച്ച വരുത്തുന്നവൻ അയ്യോ കഷ്ടം, എന്നാൽ ഇടർച്ച വരേണ്ട ആവശ്യം നിങ്ങളിൽ കൊള്ളാകുന്നവൻ ആരാണെന്ന് അപ്പോഴാണ് തെളിയുന്നത്. അബ്രഹാമും ലോത്തും തമ്മിൽ പ്രശ്നമുണ്ടായി. അപ്പോഴാണ് അബ്രഹാമാണ് ആത്മീയനെന്ന് തെളിഞ്ഞു വരാനിടയായത്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞു വരുന്നത്? ഹല്ലേലൂയ. ശൗലും ദാവീദും തമ്മിൽ പോരാട്ടമായിരുന്നു. ആമേൻ. അവന്റെ വസ്ത്രാഗ്രം മുറിച്ചപ്പോൾ ദാവീദിന് മനസ്സാക്ഷിക്കുത്തുണ്ടായി. അപ്പോഴാണ് അവനാണ് ഒറിജിനൽ എന്ന് വെളിപ്പെട്ടു വരാനിടയായത്. ആമേൻ. അപ്പോ ചില പോരാട്ടങ്ങളോ ശോധനകളോ രോഗങ്ങളോ ബന്ധനങ്ങളോ ഒക്കെ കടന്നു വരുമ്പോൾ നമ്മൾ ആരാണെന്ന് വ്യക്തമാകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ക്ഷാമമുണ്ടായി, അവർ ഇറങ്ങിപ്പോയി. എന്റെ ഭാവനയും ഞാൻ പറഞ്ഞാൽ, മോവാബിൽ റോസമ്മ ഉണ്ടായിരുന്നു, നവോമിയുടെ റിലേറ്റീവ് ആണ്. റോസമ്മ പറഞ്ഞ് പോരമ്മാമ്മ, ഇവിടെ നല്ല ഒന്നാമത്തെ ഒരു 2 നില വീട് ഒഴിഞ്ഞു കിടക്കുകയാണ്, സ്വതന്ത്രം പോരെ. ആമേൻ. അങ്ങനെ അവിടെ ചെന്നു. നല്ല വീട്, നല്ല സൈറ്റ്, അത്യാവശ്യം കൃഷി, പിന്നെ ചുരുക്കത്തിൽ പറഞ്ഞ അച്ചായനൊരു ചെറിയ ജോലി, മൂത്ത മോന് ഒരു ജോലി. ഇതെല്ലാം അങ്ങ് തരപ്പെട്ടു. എവിടെ? പിന്മാറ്റത്തിൽ പോയപ്പോൾ ജോലി കിട്ടിയെന്ന് മാത്രമല്ല, കല്യാണവും കഴിഞ്ഞ് 2 ആൺപിള്ളേരില്ലയോ, സ്വത്രം. ഒരുത്തൻ ഇന്നോവ കാറ് 25 ലക്ഷവും, മറ്റവന് ആമേൻ സ്വത്രം ഓടിക്കാറും 50 ലക്ഷം. ഇളയതല്ലേ, ചെറുക്കനല്ലേ, വീടും വരെ. അപ്പൊ 50 ലക്ഷവും ഓടിക്കാറും. അപ്പോ പിന്മാറ്റത്തിൽ പോയാൽ എന്താ? 2 കല്യാണം നടന്നു, സ്വത്രം. 2 കാറ്, വീട്ടിന്റെ കാർ പൂർച്ച് നടന്നു കിടക്കുകയാണ്. ആരെങ്കിലും പറയുമോ രക്ഷപ്പെട്ടില്ല? അവള് പോയി രക്ഷപ്പെടലെന്നല്ലേ പറയത്തുള്ളൂ. അവള് രക്ഷപ്പെട്ടെന്നേ പറയത്തുള്ളൂ. കാര്യം കാറിന്റെ നീളം കാണുമ്പോൾ, കല്യാണത്തിന്റെ വേഗത കാണുമ്പോൾ, ജോലിയുടെ സ്തോത്രം പ്രമോഷൻ കാണുമ്പോൾ രക്ഷപ്പെട്ടെന്നേ പറയൂ. പക്ഷേ രക്ഷപ്പെട്ടതല്ല, ഈശാനമൂലൻ വരാനിരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ കാര്യം സാധിപ്പിച്ചെന്ന് തോന്നി. പക്ഷേ മറഞ്ഞിരുന്ന ഈശാനമൂലൻ കാറ്റടിച്ചു. ഞാൻ വേഗത്തിൽ എന്റെ ഭാവനയിൽ പറയാം. അച്ചായൻ തീർന്നു. അച്ചായനെ ഹോസ്പിറ്റലില് നിന്ന് സ്തോത്രം ഹല്ലേലൂയ കണ്ടിട്ട് മടങ്ങി വരുന്ന വഴി മൂത്തമാൻ ആക്സിഡന്റിൽപ്പെട്ടു, അവൻ തീർന്നു. ഏറ്റവും ഇളയവന് പിച്ചു വരുമായിരുന്നു, അവനും തീർന്നു. 3 ആൺ തലമുറകൾ, 2 ആൺ തലമുറയും അപ്പനും, 3 ആണുങ്ങൾ ആ ഭവനത്തിൽ നിന്ന് ഒരുപോലെ നഷ്ടപ്പെട്ടു. മരണം ഒന്നിനു പുറകെ ഒന്നായി ആ വീട്ടിനെ ആഞ്ഞടിച്ചു. ഹല്ലേലൂയ. ഏറ്റവും ഒടുവിൽ പറഞ്ഞാൽ 3 മുറിയിൽ 3 വിധവകൾ. ഒന്ന് നവോമി, മറ്റൊന്ന് രൂത്ത്, മറ്റൊന്ന് ഓർപ്പ. പിന്മാറ്റത്തിലായിരുന്നെങ്കിലും പാട്ട് പാടുമായിരുന്നു. ചിലരെങ്ങനെ കേട്ടോ, പിന്മാറ്റത്തിലാണെങ്കിലും പാട്ട് കാണും. സഭായോഗത്തിനും പോകത്തില്ല, ഉപവാസ പ്രാർത്ഥനയ്ക്കും പോകത്തില്ല, ദശാംശവും കൊടുക്കത്തില്ല, അന്യഭാഷ്യം പറയത്തില്ല, അഭിഷേകം പ്രാപിക്കത്തില്ല. പക്ഷെ പാട്ടും ഉണ്ടായിരുന്നു. ഏതാണ് പാട്ട്? നിർത്തിയതാണെന്നെ നിന്നതല്ല ഞാൻ എത്ര സ്തുതിച്ചിടണം. ശരിയാ, നവമി പാടിയത്. ആമേൻ. അവളെ ദൈവം നിർത്തിയത്. ഇവളൊറ്റ ഒരുത്തിയാണ് ഈ വീട്ടുകാരെ മൊത്തം മലച്ചത്. ചില വീട്ടിലെ സഹോദരിമാരാണ് തീരുമാനമെടുത്തുകൊണ്ട് അച്ചായനെയും മക്കളെയും കൊണ്ട് ഇന്ന് കുഴി ചാടിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എല്ലായിടത്തെയും അങ്ങനല്ല കേട്ടോ, ചിലയിടത്ത് നേരെ തിരിച്ചുകൊണ്ട്. സ്വത്രം. അപ്പൊ ഒരു കാര്യം നമ്മൾ ഓർത്തോളം, തീരുമാനമെടുക്കുമ്പോൾ ദൈവഹിതപ്രകാരമാണോ ഞാൻ ഈ മോവാബിൽ പോകുന്നത്? അവിടെ ആരാധനയ്ക്ക് വല്ല വഴിയുണ്ടോ? അവിടെ സഭായോഗം കൂടാൻ പറ്റിയ പള്ളിയുണ്ടോ? ഇതൊക്കെ അന്വേഷിക്കണം. കുടിയൻ കൊല്ലത്തുനിന്ന് എറണാകുളത്ത് വന്ന കുടിയൻ ഏറ്റവും നല്ല ബാർ ഇവിടെ ഉണ്ട്, ഏറ്റവും നല്ല പട്ട എവിടെ ഉണ്ടെന്ന് അന്വേഷിക്കും. എന്നാൽ പ്രാർത്ഥിക്കുന്നവൻ എറണാകുളത്ത് വന്നാൽ ഇവിടെ പ്രാർത്ഥനാ ഗോപുരം, പ്രാർത്ഥനാ സ്ഥലം എവിടെ ഉണ്ടെന്ന് അന്വേഷിക്കും. പൗലോസ് അങ്ങനെയാണല്ലേ ഫിലിപ്പിയെ ചെന്നപ്പോ പ്രാർത്ഥനാ സ്ഥലം അന്വേഷിച്ചിറങ്ങിയതാണ് നമ്മൾ വായിക്കുന്നത്. സിനഗോഗ് അന്വേഷിച്ചിറങ്ങിയതാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ആത്മീയൻ അവന്റെ ആത്മീയ നിലവാരമനുസരിച്ച് കാര്യങ്ങൾ അന്വേഷിക്കും. ജഡീയൻ അവന്റെ നിലവാരമനുസരിച്ച് കാര്യങ്ങൾ അന്വേഷിക്കും. പ്രൈസ് ദി ലോർഡ്. കരമേർന്ന് കർത്താവിനെ സ്തുതിക്കാം.
എന്തിനേറെ പറയുന്നു, നവോമിയുടെ പാട്ട് രൂത്തിന് പിടിച്ചു. രൂത്തിന്റെ ഹൃദയത്തിനകത്ത് അതങ്ങ് കേറി. അവള് പാടി സന്തോഷിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. സ്തോത്രം, ഹല്ലേലൂയാ. മയം പറഞ്ഞ് ഞാനങ്ങ് പോവാ, എൻ്റെ നാട്ടിലോട്ട് പോവാന്ന്. രൂത്ത് പറഞ്ഞു, സ്തോത്രം, ഞാൻ ആമേൻ പോരത്തില്ല, നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ പോകുന്നിടത്ത് ഞാൻ നിന്റെ കൂടെ വരും, നീ പാർക്കുന്നിടത്ത് ഞാൻ പാർക്കും. മരണത്താൽ അല്ലാതെ നമ്മെ തമ്മിൽ വേർതിരിക്കാൻ കഴിയത്തില്ല. ശ്രദ്ധിക്കണേ, ഹല്ലേലൂയാ. ഓർപ്പ എന്ന് പറയുന്ന മറ്റേ ആമയും മരുമോളാണ്. ഞാൻ നമുക്കിട്ടിരിക്കുന്ന പേര് ചോർപ്പ എന്നാണ്. ചോർപ്പയുടെ പ്രത്യേകത ഈ മണ്ണെണ്ണയും ഒക്കെ ഇങ്ങനെ കുപ്പിക്കകത്തോട്ട് ഒഴിക്കുന്ന ഒരു സാധനം. എറണാകുളത്തിന് അതിന്റെ പേരെന്താന്ന് പറയുന്നത് എനിക്കറിയത്തില്ല. ഇങ്ങനെ എന്താ പറയുന്നത്? ചോർപ്പ. ഉറച്ച പറയാൻ അമ്മേനെ മനസ്സിലായോ? സംഭവം കേട്ടല്ലോ അമ്മേ. അപ്പൊ കേട്ടിട്ട് ഇതിലേക്കൂടെ ചോർപ്പയം കളഞ്ഞു. ചിലരെങ്ങനെ 100 യോഗത്തിന് പോകും, ഒന്നും അകത്ത് കിടക്കത്തില്ല. മനസ്സിലോ? വചനവും അകത്ത് നിൽക്കത്തില്ല, ദൂതം അകത്ത് നിൽക്കത്തില്ല, പാട്ടും അകത്ത് നിൽക്കത്തില്ല. കാരണം പണ്ടേ മറ്റ് പലതും കയറ്റി കുത്തി നിറച്ചിപ്പോ അങ്ങോട്ട് കയറാൻ പരുവത്തിൽ ഒന്നും പറ്റത്തില്ല. എല്ലാം കൂടെ തിങ്ങി നിറഞ്ഞ് ഓരോന്ന് ഇങ്ങോട്ട് വീണുകൊണ്ടിരിക്കുക. നമ്മുടെ ഹൃദയം അങ്ങനെയല്ല. അകത്ത് പാട്ട് കയറണം, അകത്ത് അന്യഭാഷ കയറണം, അകത്ത് വചനം കയറണം, അകത്ത് രൂപാന്തര കയറണം. ഹല്ലേലൂയാ. ഇവിടെ കേൾക്കുന്ന വചനമാണ് നിങ്ങളെ രൂപപ്പെടുത്തുന്നത്. ഇവിടെ കേൾക്കുന്ന പാട്ടാണ് നിങ്ങൾക്ക് ആശ്വാസം പകരുന്നത്. ഇവിടുത്തെ പ്രാർത്ഥനയാണ് നിങ്ങളെ ദൈവത്തോട് അടുപ്പിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയാ. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്. അതിന്റെ വ്യാഖ്യാനം ഞാൻ പറയാം. വിശ്വാസത്തിനൊരു തീരുമാനമുണ്ട്. ഡിസിഷൻ ഓഫ് ഫെയ്ത്ത്. 1-ാം അധ്യായം അതാണ്. വിശ്വാസത്തിന് തീരുമാനമുണ്ട്. എന്താ തീരുമാനം? വായിക്കേണ്ടവർക്ക് വായിക്കാം. ആമേൻ, സ്തോത്രം. നിന്റെ ദൈവം എൻ്റെ ദൈവം. രൂത്തിന്റെ ദൈവത്തിന് മാറ്റം വന്നു. പഴയ ദൈവം മോവാബ്യ ദേവനായ കെമോഷ്. മനസ്സിലാകുന്നുണ്ടോ? ആ ദൈവത്തെ മാറ്റി ഇപ്പൊ യഹോവയായ ദൈവമാണ് ദൈവം. മനസ്സിലാകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു സ്തോത്രം അല്ലെങ്കിൽ ഞങ്ങൾ പറയാം. ആമേൻ, ഹല്ലേലൂയ. രൂത്തിന്റെ ജനത്തിന് മാറ്റം വന്നു. പഴയ അമ്പലത്തിൽ പോകുന്ന ആളുകളുടെ കൂടെ അല്ല ആരാധിക്കുന്നത്, പഴയ പള്ളിയിൽ പോകുന്ന ആളുകളുടെ കൂടെ അല്ല ആരാധിക്കുന്നത്. നിന്റെ ജനം എന്റെ ജനം. ജനത്തിന് മാറ്റം വന്നു. യൂദാജനത്തിന്റെ കൂടായി. അപ്പൊ ദൈവത്തിന് മാറ്റം വന്നു, ജനത്തിന് മാറ്റം വന്നു, ആരാധിക്കുന്ന സ്ഥലത്തിന് മാറ്റം വന്നു, പാർക്കുന്ന സ്ഥലത്തിന് മാറ്റം വന്നു. അഥവാ ദൈവത്തെ സേവിക്കുന്നവൻ പഴയ ആചാരങ്ങളും പഴയ അനുഷ്ഠാനങ്ങളും പഴയ പാപങ്ങളും പഴയ വശീകരണങ്ങളും പഴയ രൂപങ്ങളും പഴയ വിഗ്രഹങ്ങളും ഒന്നും അകത്ത് കയറ്റിക്കൊണ്ട് നടക്കുന്നവനല്ല. അതെല്ലാം വിട്ട് വേർപെട്ട് ദൈവത്തെ ആരാധിക്കണം. ചേർന്ന് തോന്നുന്നു. ദൈവത്തെ മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞു വരുന്നത്? പുതിയ നിയമ ചിന്തയിൽ 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് ഞാൻ അവരുടെ നടുവിൽ ഉണ്ട്. അപ്പൊ പള്ളിയിലല്ല ദൈവം, 2-3 പേർ യേശുവിന്റെ നാമത്തിൽ കൂടി വരുന്ന ഈ ഓഡിറ്റോറിയത്തിൽ ദൈവമുണ്ട്. ആമേൻ. പഴയ നിയമത്തിൽ യഹൂദന്മാരുടെ ഒരു അലിഖിത നിയമമാണ് 10 പേർ കൂടി വരുന്നിടത്തൊരു പ്രാർത്ഥനാ സ്ഥലമുണ്ടായി, സിനഗോഗ് ഉണ്ടായി. യേശു പറഞ്ഞു, എനിക്ക് 10 പേര് പോലും വേണ്ട, 2-3 പേർ കൂടി വന്നാൽ ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് കർത്താവ് അതിനെ വെട്ടി. 10 പേരൊന്നും വേണ്ട, 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വന്നാൽ ഞാൻ അവരുടെ നടുവിൽ ഇറങ്ങി വരും. മനസ്സിലാകുന്നുണ്ടോ പറഞ്ഞു വരുന്നത്? അങ്ങനെയാണെങ്കിൽ യേശുവിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. അവിടുന്ന് ആളത്വപരമായി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മളോട് കർത്താവിന്റെ സംസാരിക്കും. ദൈവത്തിന് പറയാനുള്ള ആത്മാവിടെ വിടും. അപ്പൊ വിശ്വാസത്തിന് എന്തുണ്ട്? തീരുമാനമുണ്ട്. സ്വത്രം. രക്ഷിക്കപ്പെടാൻ ഒരു തീരുമാനം ഉണ്ടായിരിക്കും, സ്നാനപ്പെടാൻ ഒരു തീരുമാനമുണ്ടായിരിക്കും, വേർപെട്ട് ആരാധിക്കാൻ ഒരു തീരുമാനമുണ്ടായിരിക്കും, ദൈവത്തിന് ഒടുക്കാൻ ഒരു തീരുമാനമുണ്ടാകും, സഭായോഗം മുടക്കത്തിൽ എന്നുള്ള തീരുമാനമുണ്ടായിരിക്കണം. ഡിസിഷൻ ഓഫ് ഫെയ്ത്ത്. അപ്പൊ വിശ്വാസത്തിന് എന്തുണ്ട്? തീരുമാനമുണ്ട്.
എത്ര പേര് തീരുമാനമെടുത്തവരുണ്ട്? അതോ ഒരു യോഗത്തിന് ഇവിടെ ഒരു യോഗമുണ്ട്, ഇവിടെ വന്നു, മറ്റിടത്തൊരു യോഗമുണ്ട്, അവിടെ പോകാം. ആമേ, രണ്ടിടത്തെ വചനം കേൾക്കാം എന്നുള്ളതാണോ? അതോ നിന്റെ ദൈവം എൻ്റെ ദൈവം, യേശു എൻ്റെ ദൈവമായി മാറിയോ, യേശു നിങ്ങളുടെ ദൈവമായി മാറിയോ? അവിടെയാണ് മാറ്റം, രൂപാന്തരം വരുന്നത്. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശുവിനെ കവിഞ്ഞ് വേറൊന്നും നമ്മുടെ അകത്ത് കയറാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. ലിയാനാർഡോ ഡാവിഞ്ചി എന്ന് പറയുന്ന വിശ്വവിഖ്യാത വരപ്പുകാരൻ, ചിത്രരചന നടത്തുന്നയാള്, ഇറ്റലിയിൽ ഹല്ലേലൂയ ഒരു കന്യാസ്ത്രീ മഠത്തിന്റെ ഭിത്തിയിൽ നമ്മൾ ഇന്ന് കാണുന്ന ലാസ്റ്റ് സപ്പറിന്റെ പടം വരച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സ്നേഹിതൻ വരപ്പുകാരൻ ആ റൂമിലേക്ക് ചെന്നു. അദ്ദേഹം പറഞ്ഞു, എത്ര മനോഹരമായിരിക്കുന്നു യേശുവിന്റെ കയ്യിലിരിക്കുന്ന ആ കാസ എന്ന് പറഞ്ഞു. ഉടനെ ഡാവിഞ്ചി സ്തോത്രം ഒരു ഏണിയും ചായവും ബ്രഷും എടുത്തുകൊണ്ട് മുകളിലേക്ക് കയറിയിട്ട് ആ തങ്കക്കാസ, തങ്കത്തിന്റെ കളറാണ് കാസായി കൊടുത്തത്, അദ്ദേഹം പെട്ടെന്ന് ബ്രഷ് എടുത്ത് മായ്ച്ചു കളഞ്ഞു. ആമേൻ, സ്തോത്രം. അയ്യോ, അതെന്താ മായ്ച്ചു കളഞ്ഞു? പറഞ്ഞു, തങ്കക്കാസ കാണാനല്ല ഞാനത് വരച്ചത്, യേശുവിനെ ലോകം കാണാനാണ് ഞാനത് വരച്ചത്. മനസ്സിലാവുന്നുണ്ടോ? നമുക്കെല്ലാം കാണേണ്ടത് തങ്കക്കാസകളാണ്, മനോഹരമായ കാഴ്ചകളാണ് നമ്മുടെ മുമ്പിൽ വേണ്ടത്. പക്ഷേ കാഴ്ചകളെക്കാൾ യേശുവാണ് നമ്മുടെ അകത്ത് കയറേണ്ടത്. ഹല്ലേലൂയ. അമ്മേൻ, ഇവിടുത്തെ വലിയ പള്ളി കണ്ടാ പിന്നെ ഇതിനൊത്ത് ആരെങ്കിലും കയറി വരുമോ? ലോകപ്രകാരം അതാണ് വലുത്. പക്ഷെ ദൈവം അവിടെയില്ല, യേശു അവിടെയില്ല. യേശു 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്താണ് യേശു വരുന്നത്. യേശുവിന് രൂപമില്ല, കാരണം ദൈവം ആത്മാവാകും. യേശു ദൈവമാണ്. ദൈവത്തിന് എന്തില്ല? രൂപമില്ല. ദൈവത്തെ ഉണ്ടാക്കാൻ പറ്റുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടാക്കാൻ പറ്റും? നിങ്ങൾക്കാർക്കെങ്കിലും ദൈവത്തെ സൃഷ്ടിക്കാൻ പറ്റുമോ? എനിക്ക് പറ്റുകയില്ല. നിങ്ങൾക്ക് പറ്റുമോ? പറ്റത്തില്ല. നല്ലൊരു കസര ഉണ്ടാക്കാൻ പറ്റുമോ നമുക്ക്? അത് ആശാരി വിചാരിച്ചെങ്കിലേ പറ്റും. നിങ്ങളാരും ആശാരിമാരല്ല. പറ്റുമോ? പറ്റുകയില്ല. മനസ്സിലാകുന്നല്ലോ. ഈ കണ്ണാടി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? നമ്മളിതിന്റെ ഡിസൈനറല്ല, ഇതിന് എത്ര മെറ്റീരിയൽ ഏതൊക്കെ വേണോ നമുക്കറിയാൻ ഒക്കത്തില്ല. മനസ്സിലാകുന്നില്ലേ? ഹലോ. അപ്പൊ നമ്മളാരും ക്രിയേറ്റർ അല്ല, സൃഷ്ടിതാവ് സർവശക്തനായ ദൈവമാണ്. ആ ദൈവത്തിന് രൂപമില്ല, അവൻ ആത്മാവാണ്. omnipresent God, omniscient God, omnipotent God, eternal God. ദൈവം സർവശക്തൻ, ദൈവം സർവവ്യാപി, ദൈവം സർവജ്ഞാനി, ദൈവം നിത്യൻ. ഈ ക്വാളിറ്റി ഇല്ലാത്തതൊന്നും ദൈവമല്ല. മനസ്സിലാകുന്നോ? ആണ്ടതോറും പെയിന്റ് അടിച്ചും തോളെ വെച്ചും ചുമ്മിക്കൊണ്ടു പോകുന്നത് ദൈവമല്ല. അതിനെ ഒരു പട്ടിയും കൂടെ കടലിലിട്ടാൽ പട്ടി ഇഞ്ഞ് കയറി വരും, തോട്ടിലിട്ടാൽ പട്ടി കയറി വരും, മറ്റിടത്താണ് പോകും. കാരണം അതിൻ്റെ മൂക്കിൽ ശ്വാസമില്ല, അതിന് ജീവനില്ല. അത് ആശാരിയും മൂശാരിയും കൊല്ലനും തട്ടാനും ഒക്കെ ചേർന്ന് വെള്ളി കൊണ്ടും പൊന്നുകൊണ്ടും മരം കൊണ്ടും ഉണ്ടാക്കിയ കൈവേലയാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം മാനുഷിക കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. അവൻ ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ മുഴുവൻ സൃഷ്ടിച്ച സൃഷ്ടിതാവായ ദൈവമാണ്. മനസ്സിലാവുന്നവർ ചേർന്ന ദൈവത്തെ സ്തുതിച്ചാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ രൂപമൊന്നും വെക്കാത്തതിന്റെ കാരണം. രൂപം ഉണ്ടെങ്കിൽ ഇതേതാ സ്ഥലം? എടപ്പള്ളിയിൽ. ഇവിടെ വെച്ചാൽ എടപ്പള്ളിയിലെ യേശു ഇരിക്കും. പിന്നെ കടവന്തരക്കാരെന്തോ ചെയ്യും? എടക്കൊച്ചിക്കാരെന്നാ ചെയ്യും? സ്തോത്രം. കോലഞ്ചേരിക്കാരെന്നാ ചെയ്യും? കൊല്ലംകാരെന്നാ ചെയ്യും? തമിഴ്നാട്ടുകാരെന്തോ ചെയ്യും? കർണാടകക്കാരെന്നാ ചെയ്യും? അമേരിക്കക്കാരെന്നാ ചെയ്യും? കാര്യം ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ മാത്രമേ ഇരിക്കാൻ പറ്റൂ. ആത്മാവാണെങ്കിൽ സർവവ്യാപിയാണ്. എല്ലായിടത്തും ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്.
അപ്പൊ അവിടെ ഉള്ളവർക്കും ഇവിടെ ഉള്ളവർക്കും എല്ലാം ആത്മാവായ അരൂപിയായ ദൈവത്തെ ആരാധിക്കാം. ആ ക്വാളിറ്റി ദൈവത്തിന് ഉണ്ടോ? നമ്മൾ സേവിക്കുന്ന ദൈവത്തിനുണ്ടോ? അതോ നമ്മൾ പൂജാമുറിയിൽ വെച്ചിരിക്കുന്ന ഏതെങ്കിലും രൂപങ്ങളെയാണോ ആരാധിക്കുന്നത്? തിരിച്ചറിഞ്ഞ് ജീവനില്ലാത്തതിനെ നമസ്കരിക്കരുത്. 135 115 അവക്ക് കൈയുണ്ടെങ്കിലും സ്പർശിക്കപ്പെടുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല. സ്തോത്രം. അവയെ ഉണ്ടാക്കിയവർ അവയെ പോലെയാകുന്നു, അവയിൽ ആശ്രയിക്കുന്ന ഏവരും അങ്ങനെ തന്നെ, ഒരു ഗുണവുമില്ലെന്ന് മനസ്സിലാവുന്ന ഒരു സ്തോത്രം പറഞ്ഞാണ്ട് എല്ലാവരും ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. ശബ്ദം ഉയർത്തി നമ്മളെ സ്തോത്രവും ഹല്ലേലൂയ ഒക്കെ പറയണം. അപ്പൊ നമ്മളിലുള്ള പൈശാചിക ശക്തിയുടെ സ്വാധീനങ്ങൾ അങ്ങ് മാറും. കാരണം സ്തോത്രത്തിന് ശക്തിയുണ്ട്. പഴയ നിയമത്തിലെ ഒരു കാളെ കൊണ്ടുവന്ന് യാഗമായി അർപ്പിക്കുന്നതിന് തുല്യമാണ് നമ്മൾ ഒരു സ്തോത്രം ഒച്ചത്തിൽ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒരു കാളയ്ക്ക് എത്ര 1000 വേണം. അത് അത്ര 1000 കൊടുക്കുന്നതിന് പകരമാണ് ഒരു സ്തോത്രം എന്ന് പറയുന്നത്. കൊമ്പും കുളമ്പുമുള്ള മൂരിയേക്കാൾ എന്നാ പറയുന്നത്. കൊമ്പും കുളമ്പും എന്ന് പറഞ്ഞാൽ കൊമ്പ് മൃഗത്തിന്റെ മേലെയേറ്റം ഉയർന്ന സ്ഥാനം, കുളമ്പ് മൃഗത്തിന്റെ ഏറ്റവും കാൽപാദങ്ങളെ അടിയുന്നത് എന്ന് പറഞ്ഞാൽ യാതൊരു ഊനമില്ലാത്ത, അടി മുതൽ മുടി വരെ ഊനമില്ലാത്ത കാളയാണ് ദൈവത്തിന് യാഗമർപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമത്തിൽ സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുകയാണ്. അതര ഫലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. അതാണ് ഇടവിടരുത്. എന്താ ഇടവിടാതെ എന്ന് പറഞ്ഞാൽ? ആമേ സ്തോത്രം. ഇപ്പൊ ഈ 5 വിരലുകൾക്കിടയിൽ എന്തില്ല? ഇടയില്ല. എന്നാൽ ഇപ്പൊ എന്തുണ്ട്? ഇടയുണ്ട്, അല്ലേ? അപ്പൊ ഇടവിടാതെ അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒട്ടും ഗ്യാപ്പില്ലാതെ സ്തോത്രം 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 ഇങ്ങനെ അർപ്പിക്കാൻ കൊള്ളാവുന്ന ഒരു സാധനമാണ് സ്തോത്രം എന്ന് പറയുന്നത്. മനസ്സിലാവുന്ന പറഞ്ഞു വരുന്നത്? ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെടും, സ്തോത്രത്താൽ വിശുദ്ധീകരിക്കപ്പെടും. അപ്പൊ നിങ്ങൾ 10 പേര് ഇതിനകത്തിരുന്ന് 1.5 മണിക്കൂർ സ്തോത്രം പറഞ്ഞാൽ ഈ കോമ്പൗണ്ടിലുള്ള അന്യാരാധന വ്യാപാര ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഈ വിട്ടു മാറിപ്പോരാനിടയാണ്. യേശുവിന് അധികാരമുള്ള നാമത്തിൽ. അപ്പൊ വിശ്വാസത്തിനൊരു തീരുമാനമെടുക്കണം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മൾ വെറുതെ വന്ന് വചനം കെട്ടുപോകാനല്ല, നമ്മുടെ തീരുമാനത്തിൽ നമ്മൾ ഉറയ്ക്കാനിടയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. രണ്ടാമത്തേത് സർവീസ് ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിനൊരു പ്രവൃത്തിയുണ്ട്. ആ പ്രവൃത്തി എന്താണ്? രൂത്തിനെ സംബന്ധിച്ചിടത്തോളം ബേദലഹേം വരെ നടന്നിരിക്കുകയാണ്. രണ്ടുപേരും കൂടെ നടന്നു വരിക മോവാബിൽ നിന്ന്. നല്ലൊരു ദൂരമുണ്ട്, പക്ഷെ ഉപജീവനത്തിന് വഴിയൊന്നുമില്ല. അതുകൊണ്ട് പറഞ്ഞ കൊയ്ത്തുകാലമാണ്, പോയി കാലാപെറുക്കാമെന്ന് പറയും. ഞങ്ങളുടെ നാട്ടിലൊക്കെ പണ്ട് പറയുന്ന പിടിത്താള് പറക്കുക എന്ന് പറയും. കൊയ്യുമ്പോൾ താഴെ ഉതിർന്ന് വീഴുന്ന കതിര് പട്ടണത്തിൽ താമസിക്കുന്നവർക്ക് ചിലപ്പോൾ അത്ര അറിയാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. അത് പെറുക്കിക്കൊണ്ടുപോയാൽ ഒരു കൈ 2 കൈയൊക്കെ കിട്ടും. സ്തോത്രം. അതാരും തടയത്തില്ല എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ പെറുക്കിക്കൊണ്ട് പോകട്ടെ എന്നുള്ള നിലപാടിലാണ് മുതലാളിമാർ. പ്രൈസ് ദി ലോർഡ്. ചേർന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ. അങ്ങനെ അവൾ ആമേൻ സ്തോത്രം കതിര് പെറുക്കാൻ ഇറങ്ങി. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, രൂത്തിന് പരിചയമില്ലാത്ത ദേശം, പരിചയമില്ലാത്ത ആളുകൾ. അമ്മ പോയി പെറുക്ക്, എനിക്കൊരു പരിചയമില്ല, ഞാൻ ഒരാഴ്ച ഒന്ന് പരിചയപ്പെട്ടു വരട്ടെ എന്ന് പറയാതെ പ്രായമുള്ള അമ്മയെ ബഹുമാനിച്ചുകൊണ്ട്, അമ്മായിയമ്മയെ ബഹുമാനിച്ചുകൊണ്ട് അവൾ തന്നെ കതിര് പെറുക്കാൻ ഇറങ്ങുകയാണ്. അപ്പൊ നമ്മളൊരു കാര്യം ഓർത്തോണം, കുടുംബ ബന്ധങ്ങൾ ശരിയായിരിക്കണം. അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള ബന്ധം ശരിയായിരിക്കണം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ശരിയായിരിക്കണം. മക്കളും പേരൻസും തമ്മിലുള്ള ബന്ധം ശരിയായിരിക്കണം. അവിടെ അത്ഭുതങ്ങൾ നടക്കാനിടയാണ്. ക്രൈസ്തലോ. എത്ര ദാരിദ്ര്യമുണ്ടെങ്കിൽ,
എത്ര കുഴഞ്ഞ കേസാണെങ്കിലും നിങ്ങൾ ഐക്യതയോടെ നിന്നു, ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാനിട. മനസ്സിലാകുന്നുണ്ടോ? അവൾ വയലിൽ ചെന്നപ്പോൾ അവിടെ യവക്കൊയ്ത്തും ഗോതമ്പ് കൊയ്ത്തുമാണ്. ഈ രണ്ട് കൊയ്ത്തും നടക്കുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ചില സമയത്ത് ദൈവം നമുക്ക് രണ്ട് കൊയ്ത്ത് അനുവദിക്കും. ആമേൻ. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ശ്രദ്ധ വെച്ച് പ്രാർത്ഥിച്ചാൽ ചില കൊയ്ത്തിനുള്ള സമയമാണ് ഈ സമയങ്ങൾ. ദേശത്ത് നിലങ്ങൾ വിളഞ്ഞു കിടക്കുന്ന സമയമാണ്. ഇനി കൊയ്ത്തിന് 4 മാസമുണ്ടെന്ന് നിങ്ങൾ പറയുന്നു. പക്ഷെ ഞാൻ പറയുന്നു, നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്. അപ്പോൾ ശിഷ്യന്മാര് പറയുന്നു 4 മാസം ഇനിയുണ്ടെന്ന്. 4 മാസം കാത്തിരിക്കാനല്ല, നിയോഗമുള്ളവൻ കൊയ്യാൻ ഇറങ്ങിയാൽ തമ്പുരാൻ കതിര് നമ്മുടെ കരങ്ങളിൽ തരാനിടയാണ്. യേശുവിന്റെ നാമത്തിൽ ദേശത്ത് വേലയ്ക്കകത്ത് ഒരു കൊയ്ത്ത് വെളിപ്പെട്ടു വരാനിടയാണ്. എന്റെ ജനത്തിന്റെ സ്ഥിതി മാറുമ്പോൾ ഞാൻ നിനക്കൊരു കൊയ്ത്ത് വെച്ചിട്ടുണ്ട് എന്നാണ് ബൈബിള് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആർപ്പോടെ കൊയ്യാൻ ദൈവം ഇടയാക്കും. ഹല്ലേലൂയ. സ്തോത്രം. വിതയ്ക്കുന്നത് മിദ്യാന്യരും അമാലേക്യരും കിഴക്കദേശക്കാരും കൊയ്തുകൊണ്ട് പോകാനല്ല, ഗിദെയോന്റെ അകത്ത് വെളിപ്പാടുണ്ടെങ്കിൽ ദൈവം അവനെ അയച്ചതാണെങ്കിൽ അവൻ വിതച്ചത് അവൻ തന്നെ കൊയ്യാൻ ദൈവം ഇടയാക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മറ്റൊരുത്തനല്ല കൊയ്യേണ്ടത്, നമ്മൾ വിതച്ചെങ്കിൽ നമ്മളെ കൊണ്ട് കൊയ്ക്കുന്ന ഒരു ദൈവം ഉണ്ട്. ഇന്ന് പകൽ ഒരു കൊയ്ത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ആത്മാക്കളുടെ ഒരു കൊയ്ത്ത്, നന്മയുടെ ഒരു കൊയ്ത്ത്, ആമേൻ, അനുഗ്രഹത്തിന്റെ ഒരു കൊയ്ത്ത്, ആമേൻ, ചില വഴികൾ ഓപ്പണാകുന്നതിന്റെ കൊയ്ത്ത്, ചില ഭാവി കെട്ടുപണി നടക്കുന്നതിന്റെ ചില കൊയ്ത്ത്. യേശുവിന്റെ നാമത്തിൽ ചില കൊയ്ത്തുകൾ വെളിപ്പെട്ടു വരാനിടയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അവൾ വയലിലിറങ്ങി കാലാവർക്കുമ്പോൾ കൊയ്ത്തിന്റെ ലീഡർ, സൂപ്പർവൈസർ, ഹല്ലേലൂയ, കാര്യമൊക്കെ അന്വേഷിച്ചു. സ്വതന്ത്രം. അവരാരും ഡിസ്റ്റർബ് ചെയ്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ വയലിലേക്ക് ഉടമസ്ഥൻ ബോവസുകാർ വരുന്നു. കാര്യം ചോദിച്ചോ പറഞ്ഞു, ഇന്നാര് മരുമകളായിട്ട് വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഒരു ചാർച്ചക്കാരാന്നല്ല അറിയാം. പറഞ്ഞു, മോളെ വേറെ ഒരു വയലിൽ പോകണ്ട, വേറെ വയലിൽ പോകണ്ട. ചിലർക്ക് ഒത്തിരി വയല് വേണം, ഒറ്റ വയല് മതി, ഈ വയലിൽ തന്നെ ഉറച്ചു നിൽക്കണം. നിങ്ങൾ സ്വതന്ത്രം പറഞ്ഞാണ്ട് വേറൊരു വയലിൽ പോകണ്ട, ഇവിടെ വിടുകയും വേണ്ട. അങ്ങനെയാ പറഞ്ഞിരിക്കും, ഇവിടെ വിടുകയും വേണ്ട. സ്വതന്ത്രം. പിന്നെ നീ കഷണം ചാറ്റിൽ മുക്കിക്കൊള്ളണം, കൊയ്ത്തുകാർ കൂരി വെച്ചതിൽ നിന്ന് കുടിച്ചുകൊള്ളണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് വേണ്ട പ്രൊവിഷൻ ആ വയലിൽ ഉടമസ്ഥൻ കൊടുക്കുകയാ. അങ്ങനെയാണെങ്കിൽ ദൈവമാണ് നിന്നെ ഈ വയലിലേക്ക് അയച്ചതെങ്കിൽ ഇവിടെ നിനക്ക് കുടിക്കാനുള്ളത്, നിനക്ക് കഴിക്കാനുള്ളത്, സ്തോത്രം, ദൈവം ഇവിടെ ഒരുക്കാനിടയാ. ഏലിയാവിനെ ദൈവമാണ് അയച്ചതെങ്കിൽ കാക്ക അവിടെ ചെന്നിരിക്കും. എപ്പോൾ ഏലിയാവ് ചെല്ലുന്നതിന് മുമ്പ് കാക്ക അവിടെ വന്ന് കാത്തിരിക്കുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ എങ്ങനെ നമ്മുടെ കാര്യങ്ങൾ നടക്കുമെന്ന് വിചാരപ്പെടേണ്ട. വിശ്വാസത്തോടെ കടന്നു വന്നവർ ഐക്യതയോടെ പ്രാർത്ഥിച്ചാൽ ഈ വേലയ്ക്ക് വേണ്ട ഉറവുകൾ സ്വർഗത്തിൽ ദൈവം തുറന്നു തരാനിടയാണ്. ആമേൻ. സ്തോത്രം. ദൈവം എങ്ങനെ നേരിട്ടാണോ കാശ് തരുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. അല്ല, ദൈവം കാശ് തരുന്നത് സ്തോത്രം മനുഷ്യരിലൂടെയാണ്. ദൈവം തമ്പുരാൻ റിസർവ് ബാങ്ക് വല്ലതും തുടങ്ങിയിട്ടുണ്ടോ? നോട്ട് ദൈവം വല്ലതും അടിക്കുന്നുണ്ടോ? പക്ഷെ പറ, ഇല്ല. അതെല്ലാം അടിക്കുന്നത് RBI ആണ്, ഇവിടെയാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതാരാ കൈകാര്യം ചെയ്യുന്നത്? നമ്മൾ ഓരോരുത്തരുമാണ്. അപ്പൊ കാശാടയിലായിരിക്കുന്നത് നമ്മുടെ. ഇനി ഞാൻ വേറെ വ്യാഖ്യാനിക്കാം. ഈ ചതുരത്തിരമ്മപ്പണമുള്ള മീനാന്നല്ല ചൂണ്ടലിട്ട മീനിന്റെ വായിക്കകത്ത് കിടന്ന്, അല്ലല്ലേ? മീൻ എന്തിനെ കാണിക്കുന്നു? മീൻ എന്തിനെ കാണിക്കുന്നു? യേശു പറഞ്ഞു, സ്വർഗരാജ്യം എല്ലാ വക മീനും പിടിക്കുന്ന വലയോട് സദൃശം. നല്ലത് കൂട്ടിവെച്ചു, ചീത്ത എറിഞ്ഞു കളഞ്ഞു. അപ്പൊ സ്വർഗരാജ്യത്തിൽ പോകുന്ന നല്ല മീനുകളാണ് എന്നല്ല യേശു പറഞ്ഞത്, അല്ലേ? അപ്പൊ മീൻ ആത്മാക്കളാണെങ്കിൽ ആത്മാക്കളുടെ വായിലാണ് ചതുർദ്രമപ്പണം ഇരിക്കുന്നത്. എന്ന് പറഞ്ഞ ദൈവത്തെ സ്തുതിച്ച് മനസ്സിലായി പറഞ്ഞു വരുന്നേ. അപ്പൊ ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ചില ചതുർദ്രമപ്പണങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വേണ്ടി മാത്രമല്ല, ദൈവത്തിനു വേണ്ടി കൂടെ പ്രയോജനപ്പെടാനുള്ളതാണ്.
ദൈവത്തിന് വേണ്ടി നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ വിഷയം ദൈവം ഏറ്റെടുക്കും. എത്ര പേർക്ക് കാര്യം തോന്നുന്നു മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞു വരുന്നത്? അപ്പം ദൈവമാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നതെന്ന് മറന്നു പോകരുത്. കരിക്കോട് ഞാൻ പ്രവർത്തിക്കുന്ന സമയത്ത് ഹിന്ദു മുസ്ലിം ഏരിയയാണ്. സ്തോത്രം. ദൈവം എന്നെ വെളിപ്പാട് ആദ്യം കാണിച്ചത് 5 വെളുത്ത ആവോലി മീൻ ഒരു ശനിയാഴ്ച രാത്രിയിൽ എൻ്റെ മുമ്പിലിരിക്കുന്നു. ഞായറാഴ്ച രാവിലെ 5 പേര്, എഞ്ചിനീയറും പ്രൊഫസറും, എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അസിസ്റ്റന്റ് പ്രൊഫസറും 3 മക്കളും കൂടെ എൻ്റെ മുമ്പിലിരിക്കുക. വെളുത്ത ആളുകളെയാണ് വെള്ള ആവോലി എന്ന് കാണിച്ചത്. കറുത്ത ആവോലി നല്ലതാണ്, തൊലി പോകണമെന്നുള്ളതേ ഉള്ളൂ. എന്നോട് സ്തോത്രം പറഞ്ഞാട്ടെ. മീൻ ടേസ്റ്റിയാണ്. ആമീൻ സ്തോത്രം. പഴയ മനുഷ്യന് അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞാൽ എല്ലാ മീനും നല്ലതാ. എന്നോട് ഉറച്ച ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പിന്നെ എന്നെ കാണിച്ച നെയ്മീൻ ഇങ്ങനെ തുണ്ടം തുണ്ടമായി അറുത്തിട്ടും തീരുന്നില്ലല്ല. മനസ്സിലായ പറഞ്ഞേ? ആ എഞ്ചിനീയറെ കാണിച്ചതാ. അങ്ങനെ പിന്നെ 40 ലക്ഷം രൂപയ്ക്ക് അവിടെ വസ്തു വാങ്ങിച്ച് വേറെ നമ്മുടെ ഷാജിക്ക് കൊടുത്തത്. മനസ്സിലാകുന്നുണ്ടോ? സാരഥിയുടെ അടുത്ത് വലിയ ഹോള് പണിയാൻ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആ മീനിനകത്താണ് പണമിരിക്കുന്നതെങ്കിൽ ആത്മാക്കളാണ് പണം ദൈവത്തിന് വേണ്ടി നൽകുന്നത് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി വാദം കർത്താവിനെ സ്തുതിക്കാം. അപ്പോ 2-ാം അധ്യായം സർവീസ് ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിനൊരു പ്രവൃത്തിയുണ്ട്. യേശു പറഞ്ഞു, എനിക്ക് വിശന്നു, നിങ്ങൾ ആമീൻ ഭക്ഷിപ്പാൻ തന്നില്ല, ദാഹിച്ചു കുടിക്കാൻ തന്നില്ല, ഞാൻ ജയിലിലായിരുന്നു, നിങ്ങൾ എന്നെ വന്നു കണ്ടില്ല. അപ്പൊ കർത്താവെ അങ്ങനൊന്നും കണ്ടില്ലല്ലോ. അത് മോനെ, ഈ ചെറിയവരിൽ ഒരുത്തന് ചെയ്തതെല്ലാം എനിക്ക് ചെയ്തു. വിശ്വാസത്തിന് എന്തുണ്ട്? പ്രവൃത്തിയുണ്ട്. ആമേ രാഹാബ് പ്രവൃത്തിയാലാണ് രക്ഷിക്കപ്പെട്ടത്. എങ്ങനെയാണ്? ഒറ്റുകാരെ ഒളിപ്പിച്ചു. ഹല്ലേലൂയ. ചുവന്ന ചരട് കിളിവാതിക്കൽ കെട്ടി. ആ 2 കാര്യങ്ങളാൽ ആമേൻ ദൈവം ആ കുടുംബത്തെ രക്ഷിക്കുകയായി. മനസ്സിലാകുന്നുണ്ടോ? ഇസ്ഹാക്ക് പ്രവൃത്തിയാലാണ്, വിശ്വാസത്താലാണെന്ന് പറയുമ്പോഴും അത് ശരിയാണ്. ആമേൻ യാക്കോബ് പറയുന്നത് അവനെ കെട്ടി, ആമേൻ സ്വത്ര യാഗപീഠത്തിന്മേൽ കിടത്തി കത്തി ഓങ്ങിയില്ലേ, അത് പ്രവൃത്തിയാണ്. അത് തടഞ്ഞിട്ട് ദൈവം. അതിനിപ്പോ ആരാ കുറ്റക്കാരൻ? ഹല്ലേലൂയ. പിടികിട്ടിയില്ലേ? ഇല്ലെങ്കിൽ അബ്രഹാം ഇസ്ഹാക്കിന്റെ കഴുത്തിൽ കത്തി കയറ്റിയേനെ. പ്രവൃത്തിയാലല്ലയോ അവൻ നീതീകരിക്കപ്പെട്ടത് എന്നാണ് യാക്കോബ് സ്ഥാപിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ വിശ്വാസം ഉള്ളവന്റെ അകത്ത് പ്രവൃത്തി കയറും. വിശ്വാസം പ്ലസ് പ്രവൃത്തി, ഇത് രണ്ടും പരസ്പര പൂരകമാണ്. ഫ്രാൻസിസ് അച്ചാൻ ഇവിടെ വന്ന് പാടുന്നത് വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ്. വിശ്വാസമില്ലാത്ത ഒരാൾക്ക് ഇവിടെ വന്ന് പാടാനൊക്കത്തില്ല. വിശ്വാസമില്ലാത്ത നിങ്ങൾക്ക് കസേര ഒന്നും ഇരിക്കാനൊക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? വിശ്വാസമില്ലാത്ത എനിക്ക് ഈ പ്രസംഗിക്കാൻ പറ്റുകയില്ല. സ്വതന്ത്രം. മനസ്സിലാകുന്നുണ്ടോ? വിശ്വാസമില്ലെങ്കിൽ കൊല്ലത്ത് നിന്ന് ട്രെയിൻ കയറി വെളുപ്പാൻകാലത്ത് ഉറക്കമൊളിച്ചിട്ട് ഇമ്മാനുവേൽ വാസ്തു ഇവിടെ വന്ന് ഈ യോഗം നടത്തും? ഇല്ല. യേശുവിനുള്ള വിശ്വാസമാണ്, വചനത്തിലുള്ള വിശ്വാസമാണ്, സ്വർഗത്തിലുള്ള വിശ്വാസമാണ്, വാഗ്ദത്തങ്ങളുടെ വിശ്വാസമാണ്, ന്യായവിധിയിലുള്ള വിശ്വാസമാണ്, പ്രതിഫലങ്ങളിലുള്ള വിശ്വാസമാണ്. നമ്മുടെ അകത്ത് വിശ്വാസം ആദ്യം കിടക്കട്ടെ, പിന്നെ പ്രവൃത്തിയിലേക്ക് നമ്മൾ ഇറങ്ങി വരാനിടയാണ്. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. 3-ാം അധ്യായം വിശ്വാസത്തിന്റെ പ്രതീക്ഷയാണ്. ഹോപ്പ് ഓഫ് ഫെയ്ത്ത്. അപ്പൊ വിശ്വാസത്തിന് എന്തുണ്ട്? പ്രതീക്ഷ ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ എന്താ പ്രതീക്ഷ? ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ, ആകയാൽ കുളിച്ച് തൈലം പൂശി വസ്ത്രം മാറി കളത്തിച്ചെല്ലാൻ അമ്മായിയമ്മ പറഞ്ഞു കൊടുക്കുക. ഒരു ഗൈഡൻസ്. നല്ല അമ്മായിയമ്മയും നല്ല വരുവോളുമാണെങ്കിൽ വേണ്ട ആലോചന വളരെ ക്ലിയർ ആയിട്ട് കിട്ടും. കുഴച്ചിലൊന്നും വരാൻ ദൈവം ആകത്തില്ല. അമ്മായിയമ്മയായിട്ട് ഉടക്കാണെങ്കിൽ നേരെയുള്ള കാര്യം പറഞ്ഞു തരത്തില്ല, നീ കുഴയാനുള്ള കാര്യമേ പറയും. മൂന്ന് സ്വത്രം പറഞ്ഞ തിരിച്ചു അങ്ങനെ ഉണ്ടാകും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ നല്ല ബന്ധം നല്ല സോഴ്സുകളിലേക്ക് നമ്മളെ വഴി നടത്തും. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ കുളിച്ച് തൈലം പൂശി വസ്ത്രം മാറാൻ പറഞ്ഞതിന്റെ കാരണം, ഈ വയലിന്റെ ഉടമസ്ഥൻ ചാർച്ചക്കാരനാണ്.
എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇവളെ വീണ്ടെടുക്കാം. പഴയ സമ്പ്രദായമാണ്, ദേവര സമ്പ്രദായമാണത്. അങ്ങനെ ഒരു സമ്പ്രദായം നിലവിലുണ്ട്. റിലേറ്റീവിന് മുറച്ചെറുക്കൻ എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പണ്ട് പറയല്ലോ, അതുപോലുള്ള കാര്യങ്ങൾ. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോ കുളിക്കാൻ പറഞ്ഞു. മോവാബിലെ കുളി മതിയോ? പോരാ, ബേഥലേഹേമിൽ കുളിക്കണം. പണ്ട് നമ്മൾ സമുദായത്തിൽ കുളിച്ച കുളി മതിയോ? പോരാ, യേശു കുളിച്ചതുപോലെ യോർദാനാറ്റിൽ ഇറങ്ങി കുളിക്കണം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? സ്നാനപ്പെട്ടവരെല്ലാം ഒന്ന് കരമുയർത്തിയാട്ടെ. ആമേൻ. സ്നാനപ്പെട്ടവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ആരെങ്കിലും സ്നാനപ്പെടാനുണ്ടെങ്കിൽ യേശുവിന്റെ കർത്താവിന്റെ നാമത്തിൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ത് ചെയ്യണം? നിങ്ങൾ സ്നാനപ്പെടണം. യേശു കർത്താവ് കൽപ്പിച്ച സ്നാനം. ആമേൻ, ഹല്ലേലൂയ. അപ്പോ കുളിച്ച് തൈലം വസ്ത്രം മാറണം. കുളിച്ചു കഴിഞ്ഞ വസ്ത്രം മാറണം. നമ്മളെല്ലാം കുളിച്ചു കഴിഞ്ഞ വസ്ത്രം മാറണം അല്ലേ? പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയണം. അതാണ് പഴയ സ്വഭാവം, പഴയ ചിന്ത, പഴയ മനുഷ്യൻ, പഴയ സൃഷ്ടി, ഇതെല്ലാം അങ്ങ് പോകണം. പിന്നെല്ലാം പുതിയതായി വരികയാണ്. നമ്മളെ കണ്ടാൽ തന്നെ ഒരു ദൈവ പൈതലാണെന്ന് തോന്നണം. മനസ്സിലാവുന്നവർ എത്ര പേരുണ്ട്? ഞങ്ങളെ ടീഷർട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് ചന്തയിൽ പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒരു പാൻറ് കാണും, ടീഷർട്ട് ഇടും, എന്നാലും പാസ്റ്റർ എന്ന് വിളിക്കും. അതെങ്ങനെയാ കിട്ടുന്നത്? ഈ ഇറച്ചി കച്ചവടക്കാരനും ഇറച്ചി വെട്ടുകാരനും മീൻകാരനും ഒക്കെ നമ്മളെ കാണുമ്പം പാസ്റ്ററാന്നവരൊക്കെ പറയുക. അല്ലെങ്കിൽ അതിൽ കുറഞ്ഞത് അച്ചായ എന്ന് വിളിക്കും. അതായത് ക്രിസ്ത്യാനിയാണെന്ന് പിടികിട്ടുന്നുണ്ടോ? അവർക്ക് മനസ്സിലാവും. ഏറ്റവും രണ്ടാമത്തെ പ്രയോഗം അതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ കണ്ടാൽ ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികളെന്ന് പേരുണ്ടായതല്ലേ നമ്മൾ വായിക്കുന്നത്. അപ്പൊ അത് മറ്റുള്ളവര് ഒന്ന് അറിയത്തക്കതുപോലെ നമ്മളിൽ ഒരു ആത്മാവിന്റെ സാന്നിധ്യം ഉണ്ടാകും. ഞാൻ ഈ മീശ പഠിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. സ്തോത്രം. എല്ലായ്പ്പോഴും വെള്ളയിടണമെന്നും അല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. പക്ഷെ വീരപ്പന്റെ മീശ നമുക്ക് ചേർന്നത് അല്ല. ഇങ്ങോട്ട് ഉറച്ചാലേ ഞാൻ പറഞ്ഞാട്ട് മനസ്സിലായില്ല. വീരപ്പന്റെ മീശ നമുക്ക് ചേർന്നത് അല്ല. മീശ അത്യാവശ്യം വെക്കേണ്ടവർക്ക് വെക്കാം. അതിനൊന്നും യേശു തടസ്സമല്ല, അതിനൊന്നും തടസ്സമല്ല. കളർ ഉടുപ്പോ കളർ സാരിയോ കളർ പാവാടയോ ഒക്കെ ഉപയോഗിക്കാം. പക്ഷെ നമ്മുടെ സംസാരവും നമ്മുടെ നോട്ടവും നമ്മുടെ മുഖത്ത് വ്യാപരിക്കുന്ന ഒരു ദൈവത്തിന്റെ തേജസ്സും ഒക്കെ മറ്റുള്ളവന്റെ ഉള്ളിൽ അവന്റെ ആത്മാവ് പറയും, ദാ യവൻ ദൈവാത്മാവുള്ളവനാന്ന് പറയും. മനസ്സിലാവുന്നവർ വെച്ചാൽ ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. അവിടെ നിറം വിഷയമല്ല, നീളം വിഷയമല്ല, വണ്ണം വിഷയമല്ല. ഹല്ലേലൂയ. പഠനം വിഷയമല്ല, ദൈവ സാന്നിധ്യമാണ് അവരെ വ്യത്യസ്തരാക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഞാൻ പണ്ട് സ്തോത്രം വാട്സപ്പിൽ ഞാൻ എഴുതിയതാണ്. ആനിക്കാട് മല്ലപ്പള്ളി താമസിക്കുന്ന കാലത്ത് തിരുവനന്തപുരത്ത് ഒരു യോഗത്തിന് പോവുകയാണ്. ആമേൻ, സ്തോത്രം. 5 മണിക്കുള്ള ചെന്നൈ മെയിലിന് തിരുവല്ലയിൽ നിന്ന് കയറി തിരുവനന്തപുരത്ത് ഇറങ്ങണം. അപ്പോൾ ഞാനൊരു 4 മണിക്ക് വീട്ടിൽ നിന്ന് എല്ലാം റെഡിയായി ഇറങ്ങി. സ്തോത്രം 4:45 തിരുവല്ല സ്റ്റേഷനിലെത്തി. ടിക്കറ്റും എടുത്ത് വരുമ്പോഴത്തേക്ക് സ്തോത്രം ട്രെയിൻ ഇങ്ങനെ നീങ്ങുക. ഞാൻ ഓടി. ഞാൻ നോക്കുമ്പോൾ എനിക്ക് മുമ്പേ വാക്കി ടോക്കി പിടിച്ചുകൊണ്ട് റെയിൽവേയിലെ ഉദ്യോഗസ്ഥൻ, വേഷക്കാരൻ, റെയിൽവേ പോലീസ് പോലുള്ള ആൾ ഓടുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അദ്ദേഹം ഓടി ചെന്ന് കയറി ഒരു സീറ്റിലിരുന്നു. ഞാനും ഓടി ചെന്ന് കയറി. കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറയാണ്, പാസ്റ്റർ ഇല്ലയോ? ഞാൻ പറഞ്ഞാ എന്നാ ഇരുന്നാട്ടെ, ഞാൻ പാസ്റ്റർക്ക് വേണ്ടിയാ ഓടി സീറ്റ് പിടിച്ചത്. ഞാൻ പാസ്റ്റർക്ക് വേണ്ടിയാ ഓടി. അവൻ ഒരു തമിഴനായിരുന്നു. മലയാളിയാന്ന് അത് ചെയ്യത്തില്ല. പറഞ്ഞാട്ടെ, ഒരു പരിചയമില്ല. അവന് ഒരു ശമരിയക്കാരനായിരുന്നു നമ്മൾ വായിക്കത്തില്ലേ പുസ്തകത്തിൽ? അതേ പ്രയോഗമാണ് ഞാൻ പറഞ്ഞത്. അവനോ ഒരു തമിഴ്നാട്ടുകാരനായിരുന്നു. തമിഴ്നാട്ടുകാരൻ പാസ്റ്ററെ കണ്ട അയ്യാന്ന് വിളിക്കും. ദൈവത്തെ പോലെയാ. നമ്മളതിനെ കണ്ട എഴുന്നേക്കത്ത് പോലുമില്ല, കൈയും കൊടുക്കത്തില്ല. കത്തോലിക്കരാന്ന് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്നെങ്കിലും പറയും. നമ്മൾ പ്രൈസിലൂടെ പോലും പറയട്ടെ. വായക്കാൻ തുറന്നല്ലേ ആ പറഞ്ഞാണ്. അല്ലേലും ഞാൻ പറയുന്ന ആശയം മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഇതിനകത്തോട്ട് വന്നു കഴിയുമ്പോ നല്ല കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് ചെയ്യാൻ പ്രാക്ടിക്കലി തയ്യാറായിക്കൊള്ളണം. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഈ പറഞ്ഞു വരുന്നത്? ആമേൻ, സ്തോത്രം. അങ്ങനെ അവൾ കുളിച്ച് തൈലം പൂശി. തൈലം പൂശുന്നത് എന്താ? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ് തൈലം കാണിക്കുന്നത്. അങ്ങനല്ലേ?
ആമേൻ സ്തോത്രം അയഞ്ഞ മൂര്, ഒലിവെണ്ണ, വയണത്തൊലി, ആമേൻ സ്തോത്രം സുഗന്ധ ലവംഗം, ഹല്ലേലൂയ, കുന്തിരിക്കം, ഇതെല്ലാം കൂടെ ചേർത്താണ് കുന്തിരിക്കമില്ല, ഇതെല്ലാം കൂടെ ചേർത്താണ് സ്തോത്രം എന്തുണ്ടാക്കുന്നത്? തൈലം ഉണ്ടാക്കുന്നത്. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിലുണ്ട്. ഈ വയണത്തൊലി കറുത്ത് ചുരുണ്ടിരിക്കുക, കാണാൻ ഒരു ഗ്ലാമറും ഇല്ല. ഒലിവെണ്ണയ്ക്ക് കാണാൻ നല്ല ഗ്ലാമറാണ്. അപ്പം ഗ്ലാമർ ഉള്ളതും ഗ്ലാമർ ഇല്ലാത്തതും കൂടെ ഒന്നിച്ച് ചേരണം. ആമേൻ. അയഞ്ഞ മൂരിന് ഭയങ്കര കയ്പാ. അയഞ്ഞ മൂര് കയ്പാണ്. സുഗന്ധ ലവംഗം നല്ല മണമാണ്. അപ്പൊ ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യണം? മിക്സ് ആകണം. എല്ലാം കൂടെ ചേരുമ്പോഴേ എന്താകും? തൈലമായി മാറും. കൂടെ ചേർന്ന് സ്തോത്രം പറഞ്ഞാൽ ഈ വെജിറ്റബിൾ കറിയില്, വെജിറ്റബിൾ പാചകത്തിൽ ഏറ്റവും നല്ലത് അവിയലാണ്. ടേസ്റ്റ് ഏതാണ്? അവിയൽ. അവിയലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചൊറിയൻ ചേന, വഴങ്ങാത്ത മുരിങ്ങയ്ക്ക. മുരിങ്ങയ്ക്ക വഴങ്ങുമോ? അയാൾ തന്നെ എന്തോ ചോദിക്കും, ഇത് മുറിച്ചേക്കട്ടെ എന്ന് ചോദിക്കത്തില്ലേ? അയാൾ തന്നെ 3ആയിട്ട് മുറിച്ചാണ് പ്ലാസ്റ്റിക് കവറിലാത്തിടുന്നത്. കാരണം ആര് പറഞ്ഞാലും ഈ സാധനം എന്ത് ചെയ്യത്തില്ല? വഴങ്ങത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ചെറിയ അമരയ്ക്ക, ഇത് കയ്പുള്ളതല്ലേ. ഏത്തയ്ക്ക, അതിന് കറയാ. ഇപ്പൊ കറയുള്ള ഏത്തയ്ക്ക, ചൊറിയുന്ന ചേന, വഴങ്ങാത്ത മുരിങ്ങയ്ക്ക, കാണാൻ ഗ്ലാമറില്ലാത്ത സ്തോത്രം അമരയ്ക്ക, ആമേൻ. പിന്നെ ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ഉറച്ചു പറ, അവിയലുണ്ടാകുന്നത്. അപ്പൊ അതാണ് ടേസ്റ്റ്. സഭയ്ക്കകത്ത് എല്ലാവരും ഉണ്ട്. എല്ലാവരും ഒരുമിച്ച് ഐക്യതയോടെ വചനപ്രകാരം നിന്നാൽ വലിയവനോ ചെറിയവനോ നിറമുള്ളവനോ ഇല്ലാത്തവനോ പണമുള്ളവനോ പണമില്ലാത്തവനോ ഡിഗ്രി ഉള്ളവനോ ഡിഗ്രി ഇല്ലാത്തവനോ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ നല്ല ടേസ്റ്റായി. കരമേർത്തി കർത്താവിനെ സൂചിച്ചാണ്. അങ്ങനെ കളത്തിൽ ചെന്നു. സ്തോത്രം. ബോവസിന്റെ കാൽക്കൽ കിടന്നു. ബോവസ് ഉണർന്നു. പെട്ടെന്ന് കാര്യം മനസ്സിലായി. അവള് പറഞ്ഞു, ഞാൻ നിന്റെ ദാസിയായ രൂത്ത്, നിന്റെ പുതപ്പ് അടിയന്റെ മേൽ ഇടണം. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഉടനെ അവൻ പറഞ്ഞു, മോളെ സംഭവമൊക്കെ കൊള്ളാം, പക്ഷേ ആമേൻ വേറെ എന്നേക്കാൾ അടുത്തൊരു ചാർച്ചക്കാരൻ നിനക്കുണ്ട്. ക്രമം അനുസരിച്ച് ചെയ്യാൻ പറ്റൂ. ഈ ഓട്ടോറിക്ഷ വഴിയിൽ നിരത്തിയിട്ട മുമ്പേ ഉള്ളവർ എന്തോ ചെയ്യണം? ആദ്യം ഉള്ളവർ പോകണം എന്ന് പറഞ്ഞ പോലെ മുമ്പേ ഒരു ചാർച്ചക്കാരൻ ബോവസിനേക്കാൾ മുമ്പിലുണ്ട്. അവനെ കൊണ്ട് ഒത്തില്ലെങ്കിൽ ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞെങ്കിൽ ഈ പുള്ളി എടുക്കാൻ പറ്റും. ചോദിക്കേണ്ടെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു ആദ്യം പറഞ്ഞ് ഞാൻ വീണ്ടെടുത്തോളാം, നിലമെല്ലാം വീണ്ടെടുക്കാം. ഹല്ലേലൂയ. അപ്പൊ പറഞ്ഞു നിലം മാത്രം വീണ്ടെടുത്താൽ പോരാ, മോവാബകാരത്തിയായ ഈ സ്ത്രീയെ കൂടെ വീണ്ടെടുക്കണമെന്ന് പറഞ്ഞു. അത് പറ്റുകയല്ല, ഞങ്ങൾ വേറെ അവര് വേറെ എന്ന് പറഞ്ഞു. ഭൂതം മനസ്സിലായല്ലേ ഞാൻ പറഞ്ഞ? മോവാബകാരത്തിയല്ലയോ, അത് വേണ്ട, ഞങ്ങൾ വേറെ, ഞങ്ങൾ പ്യുവർ ക്നാനായ, അത് വേണ്ടെന്ന് പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? ഞങ്ങൾ പ്യുവർ സിറിയൻസ് ആണ്, അവിടെ നിന്ന് വന്നുവരാ, അതുകൊണ്ട് അത് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോ ചിലര് വേണ്ടെന്ന് പറയുന്നത് നന്മയ്ക്കാണ്. ദൈവത്തെ സുഖാണ്. അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞതിന്റെ അന്ന് പ്രഭാതത്തിൽ 6 യവവുമായിട്ട് ആമേൻ അവൾ വീട്ടിൽ വന്നു. വേണ്ടാന്ന് പറഞ്ഞതിൽ ആ മുറിവ് കരിയാൻ 6 യവം കൊടുത്തു. സ്വതന്ത്രം പറഞ്ഞാണ്. ചില മുറിവ് കരിയാൻ ദൈവം നമ്മുടെ മടിയിൽ ചില നല്ല യവ വളർന്നു തരും. ഇപ്പോഴത്തെ ആ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, ഇപ്പോഴത്തെ ആ ഭാരമുണ്ടല്ലോ, ഇപ്പോഴത്തെ ആ പോരാട്ടം ഉണ്ടല്ലോ, ഇപ്പോഴത്തെ നിന്റെ ആ വേദന ഒന്ന് പൊറുക്കാൻ. ഏതാ മറ്റവരോടൊന്ന് ചോദിക്കേണ്ടെന്ന് പറഞ്ഞപ്പോ ഒരു ഗ്യാപ്പ് ഒന്നുമില്ല, ഒരു പ്രതീക്ഷയോടല്ലേ വന്നേ. അതിനൊരു 6 യവം മടിയെത്താം. നിന്നോട് ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്. അങ്ങനെ മരുമകൾ അമ്മായിയമ്മയുടെ അടുക്കൽ വന്ന കാര്യം പറഞ്ഞപ്പോൾ ഒരാശങ്ക അവിടെ വന്നു, സംജാതമായി. അയ്യോ, പോയത് വെറുതെ ആയിപ്പോയോ? സ്തോത്രം. കുളിച്ചത് വെറുതെ ആയിപ്പോയോ? സ്നാനപ്പെട്ടത് വെറുതെ ആയിപ്പോയോ?
ആമേൻ ശ്രദ്ധയോടിരിക്കണേ. സ്നാനപ്പെട്ടത് വെറുതെ ആയിപ്പോയോ? പെന്തക്കോസ്തിൽ പോയത് വെറുതെ ആയിപ്പോയോ? ആമേൻ രക്ഷിക്കപ്പെട്ടത് വെറുതെ ആയിപ്പോയോ? തൈലം അഭിഷേകം പ്രാപിച്ചത് വെറുതെ ആയിപ്പോയോ എന്നൊക്കെ ചിന്തിച്ച് ആമേൻ നിരാശപ്പെട്ട് രൂത്തിരിക്കുമ്പോൾ നവോമി കാര്യം പറഞ്ഞു. എന്നാ പറഞ്ഞെന്നറിയാമോ? സ്തോത്രം, ഹല്ലേലൂയ. മകളെ, ഈ കാര്യം എന്താകുമെന്നറിയോളം നീ അനങ്ങാതിരിക്ക. ഇതാണ് നിന്റെ പശ്ചാത്തലം. മനസ്സിലായോ? ഞാൻ അതിനെ ഒന്നുകൂടെ വ്യാഖ്യാനിക്കാം. ഏതാണ്ട് ഒരു വീടിന്റെ പണി 90% നടന്നു, ബാക്കി 10% നടക്കാതിരിക്കുന്നത് പോലെ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന വിദ്യാർത്ഥി 3-ാം വർഷവും 4-ാം വർഷത്തിന്റെ ഒരു സെമസ്റ്ററും 4 വർഷമാണെങ്കിൽ കഴിഞ്ഞിട്ട് ആ 4-ാം വർഷത്തിന്റെ 2-ാം സെമസ്റ്ററിലേക്ക് കടക്കാൻ കഴിയാതെ പോലെ ഇരിക്കുന്നൊരു സാഹചര്യം. മനസ്സിലാവുന്നുണ്ടോ? പൂർത്തീകരിക്കപ്പെടാത്ത പണികൾ, പൂർത്തീകരിക്കപ്പെടാത്ത ബിസിനസ്, ലക്ഷ്യത്തിലെത്താത്ത പടകൾ ഏതാണ്ട് 80% 90% ആയി. പക്ഷേ ഒരാശങ്ക, നാളെ പറയാം, നാളെയാകട്ടെ, അല്പം കൂടെ വെയിറ്റ് ചെയ്യട്ടെ എന്ന് പറയുന്ന, രണ്ടിലൊന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിമിഷം. അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവം പോസിറ്റീവായിട്ടുള്ള ചില മറുപടി ദിവസങ്ങൾ അയക്കാൻ പോവാം. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. ഒരു ഭാഗത്ത് നടക്കത്തില്ലെന്ന് പറയുന്ന വാദിക്കുന്ന ശക്തികളുണ്ടാകാം, അന്ധകാരങ്ങളുണ്ടാകാം, മനുഷ്യനുണ്ടാകാം. ആമേൻ. നമ്മൾ തന്നെ പറഞ്ഞെന്ന് വരാം നടക്കത്തില്ല. പക്ഷെ ദൈവം പറയുകയാണ്, അല്ല നവോമി പറയുകയാണ്, ഈ കാര്യം എന്താകുമെന്നറിയുവോളം നീ അനങ്ങാതിരിക്ക, ഇത് തീർക്കുവോളം അയാൾ സ്വസ്ഥമായിരിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നവോമിയുടെ പിന്മാറ്റമെല്ലാം മാറിയിട്ട് ഇപ്പൊ അവരുടെ അകത്ത് ഒരു ദൈവ ശബ്ദം, ഒരു ദൈവ സാന്നിധ്യം, ഒരു ദൈവിക ഇടപെടല് ആമേ വ്യാപരിച്ചിട്ട് പറയാണ്, നീ പേടിക്കണ്ട, ഇത് നടന്നിരിക്കും. അയാൾക്ക് ദൈവം സ്വസ്ഥത കൊടുക്കത്തില്ല. നിന്റെ ഭാവി അനിശ്ചിതത്വത്തിലാകത്തില്ല. നിന്റെ ഭാവി കെട്ടുപണി നടക്കും. ആമേ. നിന്റെ ഭാവി ദൂതായതൊക്കെ കേട്ടോ, നിന്റെ ഭാവി നടക്കും. നിനക്കൊരു ഭാവി ഇല്ലാതെ വരത്തില്ല. രൂത്തേ, ആമേ, അവൻ മരിച്ചെങ്കിലും, എന്റെ മകൻ മരിച്ചെങ്കിലും നിനക്കൊരു ചാർച്ചക്കാരനാൽ ഒരു വീണ്ടെടുപ്പ് നടക്കുമെന്ന് പറയുകയാ. ജീവിതത്തിന്റെ ഭാവി അനിശ്ചിതത്വത്തിൽ എന്ന പോലെ ആയിരിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ആമേ. ഇറങ്ങിപ്പോക്ക് നിമിത്തം, പിന്മാറ്റം നിമിത്തം, വഴികുഴഞ്ഞതുപോലെയുള്ള അവസ്ഥകളിൽ ആയിരിക്കുന്നവരോട് ആത്മാവ് ഇടപെടുന്നു. നീ മടങ്ങി ദിവസങ്ങൾ അടുത്തു വന്നാൽ നിന്റെ ഭാവി രൂത്തിനു വേണ്ടി ക്രമീകരിച്ചതുപോലെ നിന്റെ ഭാവി ക്രമീകരണങ്ങൾ ദൈവം ഒരുക്കും. ആമേൻ. 4-ാം അധ്യായം റിവാർഡ് ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിനൊരു പ്രതിഫലമുണ്ട്, റിവാർഡുണ്ട്, നമ്മൾ മറന്നു പോകരുത്. എന്താണ് ആ റിവാർഡ്? മൂപ്പന്മാരെ വിളിച്ചു. സ്തോത്രം. അവയൊക്കത്തില്ലെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ മൂപ്പന്മാരെ വിളിച്ചു. ബോവസ് വന്നു, രൂത്തിനെ വിളിപ്പിച്ചു. അവിടെ വെച്ച് എഗ്രിമെന്റ് ചെയ്യുകയാണ്. ആമേ. സ്തോത്രം. ബോവസ് രൂത്തിനെ വിവാഹം കഴിക്കുകയാണ്. ആമേൻ. അപ്പോൾ മൂപ്പന്മാര് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ഇസ്രായേലിലെ മൂപ്പന്മാരുടെ സാന്നിധ്യത്തിലാണ് ആമേൻ സ്തോത്രം പാസ്റ്റർമാരുടെ സാന്നിധ്യത്തിൽ വിവാഹം നടക്കുന്നത് പോലെ മൂപ്പന്മാരുടെ സാന്നിധ്യത്തിൽ ആമേൻ വിവാഹം നടന്നു. അവര് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവത്തിന്റെ ചിറകിൽ ആശ്രയിച്ചു വന്ന ആമേൻ സ്തോത്രം നിന്നെ യഹോവ റാഹേലിനെയും ലേയെയും പോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗൃഹം പണിതത്. മനസ്സിലാകുന്നുണ്ടോ? ചുരുക്കത്തിൽ പറഞ്ഞ രൂത്തിന്റെ തലമേൽ ഒരു അനുഗ്രഹം ആമേൻ ദൈവ ജനത്തിന്റെ മൂപ്പന്മാരിൽ നിന്ന് ദൈവത്തിൽ നിന്ന് വെളിപ്പെട്ടു വരികയാ. മനസ്സിലാകുന്നുണ്ടോ പറഞ്ഞു വരുന്നത്? ശാപമൊക്കെ മാറിയിട്ട് ഇപ്പൊ അനുഗ്രഹം അവിടെ തലമേൽ വരിക. മോവാബിലെ ശാപമൊന്നും ഇനി നിൽക്കത്തില്ല കേട്ടോ. സമുദായത്തിലെ ശാപമൊന്നും ഇനി നിൽക്കത്തില്ല. അച്ഛന്മാരുടെ ശാപമൊന്നും നിൽക്കത്തില്ല. ചിലത് പേടിച്ചെങ്ങനെ നിൽക്കുക. അച്ഛൻ ചവിച്ചാൽ എന്താവുമെന്ന്. അച്ഛൻ ചവിച്ച ഒരു ചുക്കുമില്ല. അച്ഛൻ്റെ മേലെ അഭിഷേകം എന്ന് പറയുന്ന സാധനമില്ല. ചേർന്ന് സ്വോത്രം പറഞ്ഞാട്ട് ആമേ സ്വോത്രം. അത് കുപ്പിക്കകത്തുള്ള മൂർവനെടുത്ത് വരട്ടത്തേ ഉള്ളൂ. അത് നമുക്കും ഉണ്ടാക്കാം, നിങ്ങൾക്കും ഉണ്ടാക്കാം.
മറ്റേ തൈലം ഉണ്ടാക്കിയാൽ അപ്പോഴേ അവന്റെ ഇടപാട് തീരും. അത് വേറെ അടുത്തും ഉണ്ടാക്കാനൊക്കത്തില്ല. ഒറിജിനൽ തൈലം. നിങ്ങളുടെ ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. മനസ്സിലാകുന്നുണ്ടോ പറഞ്ഞു വരുന്നത്? ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ പള്ളിക്കാരെ പേടിക്കരുത്, പട്ടക്കാരെ പേടിക്കരുത്, നാട്ടുകാരെ പേടിക്കരുത്. നീ ഗുണം പിടിക്കത്തില്ലെന്ന് പറഞ്ഞെന്ന് വരും. പക്ഷെ നിന്നെ ഗുണം പിടിപ്പിക്കുന്നത് യേശുവും അവന്റെ വചനവുമാണ്. വേറെ ആർക്കും ഒന്നും ചെയ്യാനൊക്കുന്നില്ല. ആ ബോധ്യം നമ്മുടെ അകത്തുണ്ടാകും. ആരെങ്കിലും യോഗത്തിന് പോകാൻ വിലക്കിയാൽ നിങ്ങൾ വരാതിരിക്കരുത്. യേശുവാണ് നിങ്ങളെ നടത്തുന്നത്. അമ്മായിയപ്പനും അമ്മായിയമ്മയും അളിയനും നാത്തോനും പാപ്പനും കൊച്ചമ്മയും കൊച്ചപ്പനും ഒക്കെ ശവക്കുഴി വരെ വരും. പപ്സും വടയും കഴിച്ചിട്ട് അവർ പോകും. പിന്നെ ഒരു നേരം പോലും നിന്റെ വീട്ടിൽ കാണത്തില്ല. നിനക്ക് പോയാൽ നിന്റെ ഭാര്യ പോയി, നിനക്ക് പോയാൽ നിന്റെ മകൻ പോയി, നിനക്ക് പോയാൽ നിന്റെ ഭർത്താവ് പോയി. അവരാരും തിരിഞ്ഞു നോക്കത്തില്ല. ഇത്ര നേരം കാര്യം മനസ്സിലാവുന്നുണ്ട്? അർത്ഥാത് ഗൃഹേ നിവർത്തന്തേ ശ്മശാനേ പുത്രബാന്ധവ. ആമേൻ. സുഹൃതം ദുഷ്കൃതം ചെയ്വ ഗച്ഛതം അനുഗച്ഛതി എന്ന നീതിസാരം. സമ്പാദിച്ച പണം വീട്ടിലിരിക്കും. അർത്ഥാത് ഗൃഹേ നിവർത്തന്തേ ശ്മശാനേ പുത്രബാന്ധവ. പുത്രബന്ധങ്ങൾ ശ്മശാനം വരെ വരൂ. മനസ്സിലാവുന്നുണ്ടോ? സുഹൃതം ദുഷ്കൃതം ചെയ്വ. നല്ലതും തീയതുമായ സുഹൃതങ്ങൾ, പ്രവൃത്തികൾ നമ്മളെ പിന്തുടരും. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാക്കിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ ഓരോരുത്തൻ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അത് പ്രതിഫലമാണ്. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ, മരിച്ചവർ ആബാലവൃത്തം സിംഹാസനത്തിന്റെ മുൻപാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. ആമേൻ. ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തിക്കടുത്ത വിധിയുണ്ടായി. അത് വെള്ള സിംഹാസനത്തിലെ വിധി, ദുഷ്ടന്മാർക്കുള്ള വിധി. ആമേൻ. അവരെ തീപ്പുകയിൽ തള്ളിയിടുന്ന ന്യായവിധിയാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? എന്നാൽ ക്രിസ്തുയേശുവിലുള്ളവർക്കൊരു ശിക്ഷാവിധിയും ഇല്ല. അപ്പൊ ദൈവമക്കൾക്ക് പ്രതിഫലം തരുന്നതിനെയും ന്യായവിധി എന്ന പദം കൊണ്ടാണ് അർത്ഥം ആക്കുന്നത്. ന്യായവിധി എന്ന് പറഞ്ഞാൽ ന്യായമായ വിധി എന്നർത്ഥമേ ഉള്ളൂ. അത് നന്മ ചെയ്തവന് ന്യായമായി ന്യായം കിട്ടത്തക്ക വിധി, തിന്മ ചെയ്തവന് ന്യായമായി തിന്മ ചെയ്തതിനുള്ള വിധി. അല്ലാതെ ന്യായവിധി എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ പേടിക്കേണ്ട കാര്യം ഇല്ല. മോർദെഖായിക്ക് വേണ്ടി ദൈവം ന്യായം വിധിച്ചെന്ന് പറഞ്ഞാൽ അവൻ ഉപവസിച്ചതിനും പ്രാർത്ഥിച്ചതിനും രാജാവിനെ കൊല്ലാൻ ശ്രമിച്ചവന്റെ കാര്യം എസ്തേറിനോട് അറിയിക്കുകയും ആ വിഷയം പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്തത് ന്യായമായ വിധിയാണ്. അപ്പോൾ തന്നെ മറുഭാഗം ഹാമാനെ കഴുകുമരത്തെ കയറ്റിയതും ന്യായവിധിയാണ്. അപ്പൊ നീതിമാന് പ്രതിഫലം, ദുഷ്ടന് നാശം. ഇപ്പൊ ന്യായവിധിയിൽ ഈ രണ്ട് കാര്യവും ഉണ്ട്. എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നുണ്ട്? തുറന്ന് ദൈവത്തെ സ്തുതിക്കാനിടയാകും. അവല പരകമ്പര രീവല പൗഡന ദഗക്ഷകന. അടുത്ത ചർച്ചക്കാരൻ ആമേൻ വേണ്ടാന്ന് പറയുന്ന നന്മയ്ക്കാണ്. അതുകൊണ്ട് ബോവസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു, ഓബേദ് ഇശായിയെ ജനിപ്പിച്ചു, ഇശായി ദാവീദിനെ ജനിപ്പിച്ചു, ദാവീദ് പുത്രനെ ക്രിസ്തുവിനെ ജനിപ്പിച്ചു. ക്രിസ്തുവിൽ നമ്മൾ ജനിച്ചു. ചുരുക്കത്തിൽ രൂത്ത് യേശുവിന്റെ വല്യമ്മച്ചയായി ആമേ മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ വംശാവലിയിൽ കയറിപ്പറ്റാൻ ദൈവമിടയാക്കി. അങ്ങനെയാണെങ്കിൽ ജാതി ഒന്നും എന്റെ യേശുവിന് വിഷയമല്ല. മോവാപകാരത്തെയാണ് എന്റെ യേശുവിന്റെ വല്യമ്മച്ചി. എന്നോട് ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാണ്ട് ശാപം അനുഗ്രഹമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും എന്നിന്ന് എത്ര പേർക്ക് തിരിച്ചറിവുണ്ട്? ആമേ. രൂത്തിന്റെ ശാപം മാറ്റിയ ദൈവം നിന്റെ വീട്ടിലെ ശാപം ചിലരുടെ ശാപം പോലെയാണ്. ഹല്ലേലൂയ. ചില മരണങ്ങൾ ചില വീടുകളിൽ കൊടികുത്തി വാഴും, ചില രോഗങ്ങൾ കൊടികുത്തി വാഴും, ചില പോരാട്ടങ്ങൾ വാഴും, ചില അപകടങ്ങൾ ഇങ്ങനെ വാഴും. പക്ഷെ അതെല്ലാം യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ അഴിഞ്ഞു മാറും. ഇനി നീ ശാപം പറഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കാനല്ല, ദൈവത്തെ വിശ്വസിച്ചിറങ്ങി വരുമ്പോൾ നിന്റെ ശാപം അനുഗ്രഹമാക്കി ദൈവം മാറ്റാനിടയാകും.